ഹലോ, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ. അപ്പോൾ മഴ തന്നെയാണ് കേട്ടാ. ഒന്ന് ചാറുന്നുണ്ട്, ഒന്നും ഇങ്ങോട്ട് രാവിലെ ഒന്ന് വെട്ടം വന്നപ്പോൾ ഞാൻ ഒന്ന് എൻ്റെ ഇല ചീന്താൻ വേണ്ടി പോയതാണ് കേട്ടാ. അപ്പം നമുക്ക് ചായക്ക് ഇന്ന് എന്നും പുട്ടും ദോശയും വെള്ളപ്പൊക്കെ തന്നെയല്ലേ. അപ്പം ഒന്നൊന്ന് അട ചൂടാൻ വിചാരിച്ചിട്ടാ, നല്ല പൂവട. അപ്പോൾ ഈ മഴയും തണുപ്പൊക്കെ ആയിട്ട് നല്ല ചൂട് കട്ടനും നല്ല നാളികേരമൊക്കെ ചേർത്തിട്ടുള്ള പൂവടയും കഴിക്കാൻ തോന്നുന്നുണ്ട്. പപ്പടമൊക്കെ ഉണ്ട്, പപ്പടം കാച്ചിയാൽ അതിലേക്ക് നല്ല ടേസ്റ്റാണ്. അപ്പം അങ്ങനെ ഇലയൊക്കെ ഒന്ന് ചീന്തിയെടുക്കുക കേട്ടോ. മുറ്റൊന്നും അടിച്ചില്ലെന്ന്, മഴ തന്നെ മഴ. മുറ്റത്തൊക്കെ വെള്ളം നിൽക്കുക പുഴ പോലെ. പിന്നെ എവിടെ മുറ്റടിക്കുന്നു. അങ്ങനെ ഇലയൊക്കെ ചീന്തിയിട്ട് പോന്നു കേട്ടാ. അപ്പം അങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് ഏട്ടയാണ് ഏട്ടൻ കൊടുന്നത്. അതൊക്കെ ഒന്നെടുത്ത് വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഏട്ട ഞാൻ കഴിക്കില്ല കേട്ടാ, ഞാനും മോനൊന്നും കഴിക്കില്ല. അപ്പോൾ ഒരു പച്ചക്കറി ഉണ്ടാക്കണം കേട്ടാ, ഒരു തട്ടിക്കൂട്ടി കറി. അങ്ങനെ മാവൊക്കെ ഞാൻ വാട്ടി വെച്ചിട്ടാണ് ഇലയൊക്കെ ചീന്താൻ പോയത് കേട്ടാ. ഞാൻ പോയി വരുമ്പോഴേക്ക് ചേച്ചി അതൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നാളികേരം ഒക്കെ ചരുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പരത്തി ഇടുക വേണ്ടു. അപ്പോൾ പുഴുങ്ങല്ല കേട്ടാ, നല്ല ഓട്ട് ചട്ടിയിൽ ചൂട് തന്നെയാണ്. പാന് അപ്പോൾ രണ്ടടുപ്പത്തോണ്ട് പാന് വെച്ച് വേഗം ഉണ്ടായിട്ടാ. അപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ കുറേ നേരം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യണ്ടേ. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ കൂട്ടുകാരെ. വോയിസ് കൊടുക്കാനൊന്നും വയ്യ, അത്രയും തണുപ്പ് മേല് പിടിച്ചെടുക്കുന്നുട്ടാ. തണുത്ത് വിറയ്ക്കുകയാണ്. ഇനി 5 ദിവസം ജാഗ്രത പാലിക്കാനാണ് പറയുന്നത്. 5 ദിവസം കനത്ത മഴയത്ര. എന്താവോ എന്തോ ആവോ. ഇപ്രാവശ്യത്തെ മഴ ഉണ്ട് വരുമ്പോഴത്തേന് തന്നെ കാറ്റ്, തെങ്ങ് തലങ്ങും വിലങ്ങും വീഴുക, കവുങ്ങ് മറിയുക, എല്ലായിടത്തും തന്നെ കേട്ടോ. മരം കടപുഴയ്ക്ക് വീഴുക, കരണ്ടിൻ്റെ കമ്പികളൊക്കെ പൊട്ടുക, ഇലക്ട്രിസിറ്റിയുടെ വണ്ടി പായുക, അപ്പോഴേക്ക് കറണ്ട് പോവുക. ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇപ്രാവശ്യം. നല്ലൊരു മഴക്കാലം തന്നെയാണ് തുടക്കട്ടുള്ളത്. ഇനിയിപ്പോൾ ഏതൊക്കെയാവോ. ഇപ്പം മിഞ്ഞാന്ന് 2 ആഴ്ച എന്ന് പറയുമ്പോൾ പോലെ കൊയ്ത് വയക്കോലൊക്കെ കൊണ്ടുവരുന്ന പാടം നിറഞ്ഞ്, പറമ്പിക്കൊക്കെ വഴിയിലൊക്കെ വെള്ളം നിറഞ്ഞി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മളാ ക്യാമറ കുട്ടീൻ്റെ വിളിക്കുന്ന സുന്ദരിച്ച് വരുമോ, നമുക്കൊന്ന് വീഡിയോ പിടിക്കുക. പിന്നെ നീലക്കാക്കേ കുളക്കോഴി എന്തൊക്കെയോ നിറയെ വെള്ളത്തുമ്മ കൂടെ അങ്ങനെ നീന്തലൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് കേട്ടാ. അപ്പം ഒന്ന് പോകണമെങ്കിൽ മഴ ഒന്ന് മാറി നിൽക്കണ്ടേ. ഇല്ലെങ്കിൽ ഈ കോടയിട്ടൊക്കെ പോയിട്ട് നമ്മൾ എന്തായാലും നനയും. ഇപ്പം ഈ ഉണങ്ങിയതൊക്കെ ഒന്ന് നനയ്ക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഗതികേടാട്ടത്. അപ്പോൾ പിന്നെ പുറത്തേക്ക് പോകണ്ടെന്ന് വിചാരിക്കുള്ളൂ. എല്ലായിടത്തും ഉണ്ടോ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ കൂട്ടുകാരെ. അപ്പോൾ അടയൊക്കെ പരത്തുമ്പോൾ ഞാൻ ഒരു സൈഡിലേട്ടാ നാളികേരം വെക്കുള്ളൂ. എന്നിട്ട് ആ മറ്റേ ഭാഗം കണ്ടിട്ട് മടക്കുമല്ലോ. അപ്പോൾ പിന്നെ അവിടെ ഒരു ഭാഗത്ത് വെച്ചാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെയാട്ടാ. ചിലർ ഈ അറ്റം തൊട്ടിട്ട് ആ അറ്റം വരെ അങ്ങോട്ട് വെക്കും, എന്നിട്ട് അങ്ങോട്ട് മടക്കി കൊടുക്കല്ലേ. എൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഒരു ഭാഗത്ത് തന്നെയാണ് വെക്കാറിട്ടാ അട പരത്തുമ്പോൾ. അപ്പം ഒന്നൊരു ചെറിയ വീഡിയോ തന്നെയാണ് കേട്ടോ. അപ്പം അധികം സ്പീഡ് ഇടാതെ കണ്ട് വെച്ചിട്ട് ഒരു തട്ടിക്കൂട്ടി ഒരു 9 മിനിറ്റൊക്കെ ഉള്ളൊരു വീഡിയോ തന്നെയാണ് കേട്ടോ. അപ്പം നേട്ട ഒരു സവോള ഇല്ല കേട്ടോ. അപ്പം ഒന്ന് കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ തോല് കളഞ്ഞിട്ട് ഒന്ന് അത് വഴറ്റിയിട്ട് ഒന്ന് ഒരു അടിപൊളി നാളികേരമൊന്നും അരിക്കാത്ത ഒരു കറി ഇട്ടാ, മുളകും മല്ലിയൊക്കെ ഇട്ടിട്ട് ചൂടാക്കിയിട്ടുള്ള. അപ്പോൾ കറിയൊക്കെ വെന്ത് കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ ചേച്ചിയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് ഒന്ന് ഉപ്പും എരിയൊക്കെ ഉണ്ടാകാൻ നോക്കാം. ഞാൻ കൂട്ടാത്ത കാരണം എനിക്ക് ഉപ്പ് നോക്കാൻ എന്തോ പോലെ കേട്ടാ. വലിയ വെച്ചെങ്കിൽ എനിക്കൊരു കൈ കണക്കുണ്ട് കേട്ടോ ഉപ്പിനൊക്കെ. അപ്പോൾ ആ ഉപ്പണ്ട് പാകമാവും. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞ്. എന്തായാലും ഏട്ടമീനല്ലേ, ഏട്ടാന്ന് തന്നെയല്ലേ നിങ്ങളെല്ലാവരും നിങ്ങളെ നാട്ടിലേക്കൊക്കെ പറയുക കൂട്ടുകാരെ. ഇവിടെ ഏട്ടാന്നാ പറയുക കേട്ടാ. വലിയ ഏട്ടയൊക്കെ ആകുമ്പോൾ അതിന് മുട്ടയൊക്കെ ഉണ്ടാവില്ല, ചെറിയ ചെറിയ മുട്ട. ആ
ഇലൻ്റെ ചീന്തി വന്നേ അപ്പം തുടങ്ങിയ മഴ കേട്ടാ. അപ്പോൾ ഒന്നും ഇങ്ങോട്ട് ഇതായപ്പോഴാണ് ഞാൻ എൻ്റെ ഇല പോയി ചീന്തി കൊടുക്കുന്നത്. അപ്പം നമ്മളെ അടയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടാ. അപ്പം മോന് വേഗം പോകണ കാരണം ഞാൻ അവനൊരു നമ്മളെ ചിരട്ടപ്പുട്ടിൻ്റെ അച്ചിൽ ഒരു പുട്ടാട്ടാ ചുട്ടത്. പപ്പടം അച്ചിട്ടാണ് മോൻ പോയി ചായ കുടിച്ചിട്ട്. നോക്കിയ മക്കളെ വെള്ളം നമ്മളെ ജോലീനെ കെട്ടുന്ന സ്ഥലമാട്ടതൊക്കെ വെള്ളം നിൽക്കുന്നത് നോക്കിയേ എന്താ ഒരവസ്ഥ. ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ ഇപ്പം ഈ മഴ പെയ്തതിന് ശേഷം 2 കിണർ അങ്ങനെ പോയ ഇതൊക്കെ കണ്ടിട്ടായതാണ്ട് അടുത്തൊക്കെ ആയിട്ട്. അപ്പം ഞാൻ നിൽക്കും മോനും കൂടിയിട്ട് കുറച്ച് ചക്കക്കുരു ഒരു തക്കാളിയും ഒരു കുമ്പളങ്ങയുടെ ചെറിയ കഷ്ണവും ഒക്കെ കൂടിയിട്ട് സാമ്പാർ പൊടിയൊക്കെ ഇട്ടിട്ട്, പരിപ്പൊന്നുമില്ല കേട്ടാ, സാമ്പാർ പൊടിയൊക്കെ ഇട്ടിട്ട് ഒരു സാമ്പാറും വെള്ളം കേട്ടാ ഉണ്ടാക്കിയെടുക്കുകയാണ്. എന്നാലും നല്ല എരിവും പുളിയൊക്കെ ആയിട്ടുള്ള കേട്ടാ. അപ്പം നല്ല കഴിക്കാൻ നേരത്തേക്ക് നല്ല ഉണക്കമാന്തളും വറക്കണം, പപ്പടം ഒക്കെ ആകുമ്പോൾ ഈ മഴയും തണുപ്പൊക്കെ ആകുമ്പോൾ നല്ല ഉണക്കമീനൊക്കെ കൂട്ടിയിട്ട് ഉച്ചയ്ക്ക് നമുക്ക് പോരല്ലേ. അങ്ങനെ കുറച്ച് കുഞ്ഞുള്ളിയും ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു വലിയ തക്കാളിയും 2 പച്ചമുളകൊക്കെ ഇട്ടിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ സവോള ഇല്ലാത്ത കാരണം കേട്ടോ. അപ്പോൾ ഈ കുഞ്ഞുള്ളി തരിഞ്ഞൊക്കെ തോല് കളഞ്ഞെടുത്ത് അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് പൊടികളൊക്കെ ഒന്ന് ഇതിലൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പം ഇങ്ങനെ വെക്കുമ്പോൾ നല്ലൊരു സ്വാദാണ് കേട്ടോ. പ്രത്യേകിച്ചും ഈ ചെറിയ ഉള്ളി. അപ്പം സിങ്കിൽ കുറച്ച് പാത്രം കണ്ടപ്പോൾ കുളിക്കാൻ പോണ അവിടെ നിന്ന് കഴുകുക കേട്ടാ. ഞാൻ ഫോണ് റെഡിയാക്കി വെച്ചൊന്നും അവൾ കണ്ടില്ല. അപ്പോൾ വേണ്ട ഈ കുളിച്ചിട്ട് പോരെന്നൊക്കെ പറഞ്ഞാലും അത് ഇതുണ്ട് കഴുകിയിട്ട് പോകാറ്. അപ്പം ഞാൻ ഈ ഫോൺ വെച്ചാൽ ഒന്നും കണ്ടില്ല. ഇനി ചിലപ്പോൾ എൻ്റെ വീഡിയോ കാണുമ്പോഴാവും ആഴ്ച അവിടെ ഫോണൊക്കെ പിടിച്ചിട്ടുണ്ടാ എന്നെ പിടിച്ചിട്ടുണ്ടാന്നൊക്കെ ചോദിക്കട്ടാ. അങ്ങനെ പുളിങ്ങിയൊക്കെ ഞാൻ വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പൊടികളൊക്കെ ഒന്ന് ഒരു 2 സ്പൂണ് മല്ലിപ്പൊടി, 1.5 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഒക്കെ ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചതിൻ്റെ ശേഷം അതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ആ പുളിവെള്ളം ഒന്ന് തിളച്ചപ്പോൾ പിന്നെ അതിലേക്ക് മീനും ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെ വറ്റിച്ചെടുത്തതാട്ടാ. ഏട്ടക്കറി ഞാൻ കൂട്ടില്ല കേട്ടോ. വലിയ മീനൊന്നും ഞാൻ കൂട്ടില്ല കേട്ടോ കൂട്ടുകാരെ. ചെറിയ ചെറിയ മീനൊക്കെ നമുക്ക് പറ്റുള്ളൂ. അപ്പം അങ്ങനെ പുളിങ്ങിയൊക്കെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചായക്കുള്ള വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ അതിലേക്ക് മധുരമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടയിൽ ഞാൻ മധുരം ഇടില്ല കേട്ടാ. രാവിലെ തന്നെ ഒരു മത്താവും മധുരമുള്ളതൊക്കെ കഴിക്കുമ്പോൾ. അപ്പോൾ തോനെ നാളികേരമൊക്കെ വെച്ചിട്ട് അട ചുട്ടാൽ അതിലേക്ക് കുറച്ചധികം മധുരത്തിൽ ചായ എടുക്കുക ചെയ്യട്ടാ. അപ്പോൾ അതിൻ്റെ കൂടെ ഈ കുറച്ചധികം തന്നെ മധുരം ഇട്ടിട്ട് ചായ കുടിക്കുമ്പോൾ നല്ല രുചിയാട്ടാ, അതും ഈ തണുപ്പത്ത്. അപ്പം അങ്ങനെ അതിലേക്ക് പൊടിയും മധുരമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മളെ മീൻ കറിയുടെ ഒക്കെ വഴന്ന് റെഡി ആയപ്പോൾ അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല നന്നായിട്ട് മൂപ്പിക്കുക. അപ്പോൾ വെളിച്ചെണ്ണയിൽ ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം പൊട്ടിച്ചാൽ നല്ലതാട്ടാ. പക്ഷേ പെരുംജീരകം ഇല്ല. ഇനിയൊന്ന് പോകണം സാധനങ്ങളൊക്കെ മേടിക്കാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഞാനൊന്ന് കൈ വെച്ച് പിഴിഞ്ഞതാണ്, തരിയൊന്നും പോകണ്ട വെച്ചിട്ട്. അപ്പം നമ്മളെ കറിയൊക്കെ ഏതാണ്ട് ഒരു പകുതി 3/4 വേവ് അരക്കണം കേട്ടോ. ഒന്നുകൂടി വറ്റി കഴിഞ്ഞാൽ നമുക്ക് ചട്ടി ഓഫാക്കിയിടാം. പിന്നെ ആ ചട്ടിയിൽ കിടന്നിട്ടൊന്ന് വറ്റി വരുമല്ലോ. എൻ്റെ അച്ഛനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള മീനാണ് കേട്ടോ ഏട്ടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. മറ്റൊരു വീഡിയോയുമായി നാളെ